ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പപ്പായ കൊണ്ട് അടിപൊളി ടേസ്റ്റിയായ ഒരു ഉപ്പേരി അല്ലെങ്കിൽ തോരൻ എന്ന് പറയുന്നത് ഉണ്ടാക്കി നോക്കാം. നല്ല കിടിലൻ പച്ച പപ്പായ കിട്ടിയിട്ടുണ്ട്. കിലോ 40 രൂപയാണ് ബാംഗ്ലൂരിൽ. ഇത് ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തോലെല്ലാം ചെത്തിക്കളഞ്ഞ് രണ്ടായി പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം കളഞ്ഞ ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ചീകിയെടുത്ത ശേഷം നമുക്ക് തോരൻ്റെ പരിപാടി തുടങ്ങാം. പപ്പായയുടെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൻപുറത്ത് പപ്പായ വെറുതെ കളയില്ല. ഔഷധ ഗുണം എന്ന് പറയുന്നത് ഈ ഹാർട്ട് ഡിസീസിനെതിരെയുള്ള പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഡൈജഷനൊക്കെ നല്ല ഫാസ്റ്റാക്കും, പിന്നെ ഇമ്മ്യൂൺ പവറെല്ലാം ബൂസ്റ്റാക്കും. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫലമാണ് നമ്മുടെ പപ്പായ. അപ്പോൾ നമ്മൾ പപ്പായ നന്നായി ചീവിയെടുക്കണം. കുഞ്ഞുകുഞ്ഞു ചീവിയെടുത്ത ശേഷം നമുക്ക് തോരനുള്ള പരിപാടി ചേർക്കാം. തോരന് നമുക്ക് ആവശ്യം 2-3-4 ചെറിയ ഉള്ളി, അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്യണം. പിന്നെ വേണ്ടത് നമുക്ക് 2 പച്ചമുളകാണ്. ഞാനിവിടെ എരിവില്ലാത്ത ബജിയുടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ സാധാരണ പച്ചമുളക് എടുത്താൽ മതി. അപ്പോൾ ഇനി സമയം അധികം കളയണ്ട, നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും വാരി വിതറി ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് ഉള്ളി ഒന്ന് ജസ്റ്റ് വാടി വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ കൂടെ അതിലേക്ക് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ വാരി വിതറി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് കലരുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ചോ മൂടാതെ വെച്ചോ വേവിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റായ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്